നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 നിലവിലുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിച്ചാൽ പോലും ജോലി സാധ്യതകൾ അഥവാ തൃപ്തിയായിട്ടുള്ള ജോലിയോ സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള ജോലിയോ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള പാഠ്യപദ്ധതി മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സ്വല്പം പണച്ചെലവ് ഉണ്ടാകുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള തീരുമാനം സ്വീകരിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, സംയുക്ത സംരംഭത്തിലുള്ളവർക്ക് ചിലർക്ക് പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനോ സുഹൃത്തിന് അതെല്ലാം കൈമാറിക്കൊണ്ട് ലഭിച്ച പൈസ മേടിച്ച് സ്വന്തമായിട്ടുള്ളൊരു പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. അതിൻ്റെ ഒരു പൂർണ്ണരൂപം എന്നത് ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. 2026 ജൂൺ മാസത്തിന് ശേഷമേ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ സുഹൃത്തിൻ്റെയും സമാന ചിന്താഗതിയുള്ളവരുടെയും സഹായ സഹകരണങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. 2026 ഒടുവിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുക്കളും സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവർ പോലും വിപരീതമായി തീരുന്നത് വഴി മനസ്സിന് വളരെയധികം ആഘാതം അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം വിഷമാവസ്ഥകൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രതികരിക്കാതെ തന്നെ കുടുംബാംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെയും തൊഴിലിനെയും നയിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സുവ്യക്തമായുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ മേഖലകൾക്ക് പുതിയ ഭരണ സംവിധാനം അവലംബിക്കാനിടവരും. ചില ജോലിക്കാർക്ക് സ്വീകാര്യമല്ല എന്ന് പറയുകയും അവർക്ക് മറ്റ് ജോലികൾ നേടിപ്പോകാനുള്ള ഒരു അനുമതി നൽകുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള പല ചിന്തകളും വന്നു ചേരുവാനും ദുസ്വപ്ന ദർശനത്താൽ ആധി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുണ്ടാവുകയും രക്തത്തിലെ അപാകതകളെ കൊണ്ടും നീർക്കെട്ട് ഇവയൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ചിലർക്ക് ഹോർമോണിലെ വ്യതിയാനങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ദൂരയാത്രകൾ വേണ്ടി വരുന്ന ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഇരുന്നു കൊണ്ട് ജോലികളൊക്കെ അവസരങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും സാധ്യതയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്നതും ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പരമാവധി കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സമർപ്പിക്കുന്നവർക്കൊക്കെ തന്നെ പരമാവധി ജൂൺ മാസത്തിന് ശേഷം സമർപ്പിക്കുകയായിരിക്കും, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയായിരിക്കും നന്നാവുക. അതിന് മുൻപേ ആണെങ്കിൽ പലപ്പോഴും പൂർണ്ണതയില്ലാത്തതാണെങ്കിൽ അത് പരാജയപ്പെടുവാൻ പോലും സാധ്യതയുണ്ട്. കല, സാഹിത്യം, കായികം, അതേപോലെ തന്നെ ഭാരതീയ ശാസ്ത്രശാഖകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നവർക്ക് പരിശീലനക്കുറവ് കൊണ്ട് അപാകതകൾ അപര്യാപ്തതകൾ വന്നു ചേരുവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ 1.5 കൊല്ലത്തെ പാഠ്യപദ്ധതി ആയിരിക്കാം, അല്ലെങ്കിൽ 2 കൊല്ലത്തെ പാഠ്യപദ്ധതി ആയിരിക്കാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും പരാജയമായിരിക്കും അന്തിമമായിട്ടുള്ള ഫലമുണ്ടാവുക. അതുകൊണ്ട് യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ക്ഷമ, ആത്മസംയമനം എന്നിവ പാലിക്കേണ്ടതാണ്. പലപ്പോഴും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും അച്ഛനമ്മമാർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ടും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ
തൽക്കാലം നിർത്തിവെക്കുവാനും, അതായത് വർഷത്തിൻ്റെ ആദ്യത്തിൽ തൽക്കാലം നിർത്തിവെക്കുവാനും, ചിങ്ങമാസത്തോടുകൂടി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി പുനരാരംഭിക്കുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ജൂൺ മാസം മുതൽ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കുള്ള ഓണാഘോഷത്തിനുള്ള യാത്ര മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ അവസരമുണ്ടാകും. അധികൃതരുടെ പ്രീതി നിമിത്തം ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരം അവിചാരിതമായിട്ട് വന്നു ചേരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജന്മസിദ്ധമായുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. പരിചയസമ്പന്നരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും നിയുക്ത പദവിക്ക് സ്ഥാനചലനമോ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്ഥാപനത്തിൽ പദ്ധതികൾക്ക് ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും പദ്ധതികൾ പലതും വന്നു ചേരുന്നത് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ വെളിച്ചത്തിലും ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വേണ്ടി വരുവാൻ ഇടയുണ്ട്. പ്രകൃതിക്ഷോഭത്താൽ കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിനെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അഹോരാത്രം പ്രവർത്തിച്ചും കൊണ്ടും കൂടുതൽ പ്രയത്നിച്ചും കൊണ്ട് മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് ആദ്യം ഒരു തിരസ്കരണ മനോഭാവം ഉണ്ടാവുകയും പിന്നീട് സ്വീകാര്യത വന്നു ചേരുവാനും ഇടയുണ്ട്. അനുചിത പ്രവർത്തികളിൽ നിന്നും ബന്ധുമിത്രാദികളെ രക്ഷപ്പെടുത്തുവാൻ അവസരം വന്നു ചേരും. കീഴ്വഴക്കം മാനിച്ച് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളും മനസ്സിന് തൃപ്തിയല്ല എങ്കിൽ പോലും, അഥവാ അർദ്ധമനസ്സോടുകൂടിയാണ് എങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ചെലവിനങ്ങൾ വർദ്ധിച്ചതാണെങ്കിൽ പോലും ഇങ്ങനൊരവസരത്തെ സ്വീകരിച്ചുകൊണ്ട് അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ നിർബന്ധിതനാവുവാൻ യോഗമുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദേശ യാത്രയ്ക്ക്, അതായത് വിദേശത്ത് ജോലി അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര പോയാലും അവിടെ നിലനിൽപ്പിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവുള്ളത് കൊണ്ട് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വൈജ്ഞാനികമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല പ്രകാരത്തിലും ദുഷ്കീർത്തികൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിലെല്ലാം തന്നെ ക്ഷമയോടുകൂടിയതായുള്ള സമീപനം നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. ദീർഘവീക്ഷണത്തോടുകൂടി നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 2027-2028 വർഷങ്ങളിൽ വിൽപ്പന ഉദ്ദേശത്തോടുകൂടി ഭൂമി വാങ്ങുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ഗുരുകാരണവന്മാരും അല്ലെങ്കിൽ അനുഭവജ്ഞാനമുള്ളവരും പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യത്തോടുകൂടി സ്വീകരിക്കുകയും അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിച്ചും കൊണ്ട് അനുവർത്തിക്കുന്ന പക്ഷം എല്ലാം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് മറന്നു കിടപ്പുള്ള വഴിപാടുകളെല്ലാം ഓർമ്മ വരുവാനും അത് ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പലവിധത്തിലുള്ള വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മാനസികമായിട്ടും ദേഹപരമായിട്ടും തളർച്ച അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ മേലുദ്യോഗസ്ഥൻ്റെയും ഉടമസ്ഥരുടെയും സഹായ സഹകരണങ്ങളെ കൊണ്ടും നല്ല വാക്കുകളെ കൊണ്ടും ഒരു പരിധിവരെ ഈ അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. പ്രമേഹ നീർദോഷ രോഗപീഠകൾക്ക്
യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനിടയുണ്ട്. കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും അവർക്ക് അവസരം വന്ന് ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും മാനസികമായുള്ള വിഭ്രാന്തി വന്നു ചേരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു വർഷത്തിൽ വിശ്രമം വേണ്ടി വരും. അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അവധിയെടുത്തും കൊണ്ടോ ജോലി രാജിവെച്ചും കൊണ്ടോ വിശ്രമത്താൽ മാത്രമേ സന്താന സൗഭാഗ്യത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളൂ. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ടെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ ഒരു ഗുണദോഷ മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും അതിലുപരി ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും നേട്ടവും ഉണ്ടാകുവാൻ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 2026 യോഗമുണ്ട്. നമസ്കാരം.